നാളെയാണ് പ്രിലിംസ് 2024. നാളത്തെ എക്സാം ഡേയിലും അതുപോലെ ഇന്ന് ഈവനിങ്ങും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ആ ഒരു എക്സാം പ്രൊസീജിയർ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ ഒരു എക്സാം സെൻറ്റർ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാം. അതുപോലെ ഈവൻ സ്മോൾ തിങ്സ് ലൈക്ക് നിങ്ങളുടെ റോൾ നമ്പർ OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഒന്ന് നോക്കുക, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. മിക്ക കാൻഡിഡേറ്റ്സിനും എക്സാമിൻ്റെ അന്നത്തെ അത്രയും തന്നെ സ്ട്രെസ്സ് തലേന്നും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ട്രെസ് എൻവയോൺമെൻറ്റ് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? ഒന്ന്, നമ്മൾ എക്സാമിൻ്റെ തലേദിവസം ആകുമ്പോഴത്തേനും നമ്മുടെ പ്രിപ്പറേഷൻ എന്തൊക്കെയോ പോരായ്മകളുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാൻ തുടങ്ങും. പക്ഷേ അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുന്നതാണ്. ഈ പ്രിപ്പറേഷനിൽ നമുക്ക് പെർഫെക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ട്, ഞാൻ ആവശ്യത്തിന് റിവൈസ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ അക്വയർ ചെയ്ത ഈ ഒരു നോളജും സ്കില്ലും ഞാൻ നാളെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തലേദിവസം നമ്മൾ ചിലപ്പം കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഓവർ എക്സോസ്റ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ടന്റ് ഓവർലോഡിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ആക്ച്വലി അവോയ്ഡ് ചെയ്യണം. കാരണം അടുത്ത ദിവസം നമുക്ക് ഒരുപാട് ബ്രെയിൻ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ഈ സാറ്റർഡേ വെക്കേണ്ടത്. അതുപോലെ മാക്സിമം റിലാക്സ്ഡ് ആയിരിക്കാൻ നോക്കാം. അതായത് കോൺഫിഡൻ്റ് ആയിരിക്കണം ഒരു സൈഡിൽ, അതേപോലെ റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ റിലാക്സ്ഡ് ആകാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആൻഡ് എക്സൈറ്റഡ് ആയതുകൊണ്ട്, ഓവർ എക്സൈറ്റഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഉറക്കത്തെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈമേഴ്സിന് എക്സാമിനൊക്കെ അടുക്കുമ്പോഴായിരിക്കും ആ ഒരു കാര്യം മനസ്സിലാകുക. പക്ഷേ നമ്മൾ മാക്സിമം അതുപോലെ എക്സാമിനെ ഉറക്കത്തെ അഫക്റ്റ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും മാക്സിമം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. എങ്ങാനും അഫക്റ്റഡ് ആയാൽ പോലും നമ്മൾ ഓവർ സ്ട്രെസ്സിലേക്ക് പോകാതിരിക്കുക. എക്സാം ഡേയിലെ മോർണിംഗിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കാര്യം അത് തന്നെയാണ്. ഈവൻ നല്ലൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ പോലും അത് ഓക്കെ ആണ്, അത് നോർമലാണ്. ഒരുപാട് കാൻഡിഡേറ്റ്സിന് അത് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എക്സാം ഡേയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, നമുക്ക് ഈ എക്സാമിനെ പറ്റിയുള്ള മുൻധാരണകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബിക്കോസ് എക്സാം ടഫ് ആയേക്കാം, ഈസി ആയേക്കാം, ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാം. കഴിഞ്ഞ വർഷത്തെ പാറ്റേണിൽ നിന്ന് ചിലപ്പോൾ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പക്ഷേ അത് റിജിഡ് ആവരുത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ എൻഷുർ ചെയ്യുക. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ തലേദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്, നമുക്ക് വേരിയസ് സിറ്റുവേഷൻസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സാം വരുന്നു, അല്ലെങ്കിൽ എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നു. അതായത് ചിലപ്പോൾ കണ്ടന്റ് സൈഡിൽ ഡിഫിക്കൽട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കൂടുതൽ ഡിഫിക്കൽട്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്ര പ്രിപ്പയർ ചെയ്യാത്തൊരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കൂടുകയായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വേരിയേഷൻ വരികയായിരിക്കും. അപ്പോൾ പലതരം സിറ്റുവേഷൻസ് നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാം ഹാളിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് കുറവായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അറൗണ്ട് 40 ക്വസ്റ്റ്യൻസ് എന്തായാലും ഡയറക്റ്റ് അല്ലാത്തതായിരിക്കും, റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നോട്ട് ഡയറക്ട്ലി ഫ്രം ദ ബേസിക് സോഴ്സസ്. പക്ഷേ നമ്മുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈംസ് കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതർ സെറ്റ് ഓഫ് ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക, അതിൽ നമ്മൾ റിസ്ക് എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അറൗണ്ട് 40 ക്വസ്റ്റ്യൻസ് കണ്ട് പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിൽ സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാം, അവിടെ കുറച്ച് റിസ്ക് എടുക്കാം. അതുപോലെ വേറൊരു കാര്യം, ഈ ഇനീഷ്യൽ ജഡ്ജ്മെൻറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ സീരീസിൻ്റെ ഒരു പ്രശ്നം ചിലപ്പോൾ ആദ്യത്തെ 10 ദിവസത്തിന് ഡിഫിക്കൽട്ട് ആയേക്കാം, അങ്ങനെ വരാം. അപ്പോൾ നമ്മൾ അത് കണ്ട് ടെൻഷൻ അടിക്കാതെ അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. നമ്മൾ ആക്ച്വലി അവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ കുറേ ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസിലേക്ക് പോകാതിരിക്കുക. അതുപോലെ അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് കുറച്ച് ചോദ്യങ്ങൾ അടുപ്പിച്ച് കിട്ടാതെ വരുമ്പോഴത്തേനും നമുക്ക് നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഇൻ ബിറ്റ്വീൻ ദ എക്സാമിനേഷൻ വരിക. എന്നിട്ട് നമ്മൾ തന്നെ എക്സാമിനേഷൻ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകാം. അത് എന്തായാലും ഒഴിവാക്കേണ്ട ഒരു കേസാണ്. നമ്മൾ ആ എക്സാം ടൈം ഫുള്ള് മോട്ടിവേറ്റഡ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇരിക്കാം, നമ്മുടെ ഫുൾ ഫൈറ്റ് ചെയ്യാം. അതുപോലെ ഇനി ബ്രേക്ക് ടൈമിൽ GS കഴിഞ്ഞ ഉള്ളൊരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, GS കഴിഞ്ഞിട്ടും നമ്മൾ എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. GS ടഫായി വരുമ്പം
അയ്യോ ഇനിയിപ്പം CSAT എങ്ങനെ എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു അപ്രോച്ച് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, GS നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല ബ്രേക്ക് ടൈമിൽ. ആ ഒരു എക്സസൈസ് ഒരു തരത്തിലും ആരെയും ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഒരു ഫ്രഷ് അപ്രോച്ചിൽ CSAT നമ്മൾ ഫേസ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക് ടൈമിൽ ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, അതിനുള്ള സമയം കിട്ടും. യൂഷ്വലി CSAT ഒന്ന് സ്ലോ സ്റ്റാർട്ട് ആവാനുള്ള ഒരു ടെൻഡൻസി കാൻഡിഡേറ്റ്സിൽ കണ്ടുവരാറുണ്ട്. ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ റേറ്റ് ഓഫ് സോൾവിങ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ആ ബ്രേക്ക് ടൈമിൽ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരു വാമപ്പ് എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നും നാളെയായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. So friends, believe in yourself, stay confident and give the fullest of your abilities. All the very best. All the very best. Come and join iLearn IAS and feel the difference.